നമുക്ക് ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പാക്കറ്റ് പാല്, പിന്നെ ഒരു പാക്കറ്റ് മാരി ലൈറ്റ് അല്ലെങ്കിൽ ആരോറൂട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ്, പിന്നെ നമുക്കൊരു പാക്കറ്റ് ബട്ടർ, ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് പഞ്ചസാരയുടെ കാര്യത്തിൽ നമുക്ക് കാരമലൈസ് ചെയ്യാനും വേണം, അതുപോലെ ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാരയും വേണം. പിന്നെ കസ്റ്റേർഡ് പൗഡറാണ്, ഇതൊരു 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറുണ്ട്, ഒരു മുട്ടയും ഉണ്ട്. ആദ്യം നമ്മൾക്ക് ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ടാണെങ്കിലും അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും പൊടിച്ചാൽ മതി. വളരെ ഫൈൻ പൗഡർ ആവണം എന്നില്ല, ചെറിയ ചെറിയ പൊടിയായിട്ട് കിട്ടിയാൽ മതി. ഇനി നമ്മളുടെ ബിസ്ക്കറ്റിൻ്റെ പൗഡറും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഓൾറെഡി ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബിസ്ക്കറ്റിൻ്റെയും ബട്ടറിൻ്റെയും കൂടെ ആ ഒരു മിക്സ്ചർ ഒരു ലെയർ പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ആണ്, അതിനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ലെയറിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു 10-20 മിനിറ്റ്, ഒരു 20 മിനിറ്റ് മാക്സിമം നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഫ്രീസറിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് കാരമൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹീറ്റായിട്ടുള്ള പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം, ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം. അപ്പം പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി. ഈ കാരമൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പാല് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പുഡിങ്ങിന് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം തീ ഒന്ന് സ്ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. റിപ്പീറ്റഡായിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കൽ നിന്ന് പോയി കഴിഞ്ഞാൽ മുട്ട ഇങ്ങനെ കട്ട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്യുവാണ്. കസ്റ്റേർഡ് പൗഡർ ഒരിത്തിരി ഇതിനകത്ത് നിന്ന് തന്നെ ഒരു ഇച്ചിരി ചൂട് പാൽ ആഡ് ചെയ്തിട്ടാണ് ഞാനത് മിക്സ് ചെയ്തിരിക്കുന്നത്. അതും പതുക്കെ നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ പാലൊരു ഇച്ചിരി തിക്കാവുന്നത് വരെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു പ്ലേറ്റിലേക്ക്, ആ പാത്രത്തിലേക്ക് നമുക്ക് ഇത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. കുത്തി ഒഴിക്കാതെ ഇത്തിരി സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നമ്മൾക്ക് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കാരമൽ നമ്മളുടെ സെറ്റായിരുന്നു, കട്ടയായിട്ടുണ്ട്. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം.
നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തരി പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലയെന്നാണെങ്കിൽ വലിയ വലിയ കട്ടകളായിട്ടാണ് ഇഷ്ടം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അത് നമ്മൾക്ക് പുഡിങ്ങിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ പുഡിംഗ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഫ്രീസറിൽ വയ്ക്കാം, ഇത്രയും കൂടെ കട്ടയാവാനുണ്ട്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതൊരു നൈഫ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുക, കാരണം ഇതിൻ്റെ അടിയിലത്തെ ഭാഗം, ബിസ്ക്കറ്റിൻ്റെ ഭാഗം കുറച്ച് ഹാർഡായിരിക്കും. മുകളിലുള്ള നമ്മളുടെ പാലും കസ്റ്റർഡ് പൗഡറും ഒക്കെ ഉള്ള ഭാഗം നിറച്ച് നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിരിക്കും. അപ്പോൾ ഒരു കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഷെയർ ചെയ്യുക. ഇനി ഇതുവരെ നിങ്ങൾ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.